ഗുഡ് ഈവനിംഗ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. പത്രികാ സമർപ്പണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അകത്തള സംഘർഷങ്ങളുടെ തീവ്രത നിർണ്ണയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ നീങ്ങുന്നു കേരള രാഷ്ട്രീയം. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർക്ക് ഭരണത്തിൽ പ്രധാന പദവികൾ വാഗ്ദാനം ചെയ്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാർട്ടി പദവി എല്ലാവർക്കും എന്ന നിലപാട് UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ തന്ത്രമോ അതോ നിർബന്ധിതമായ ഒരു പ്രശ്ന പരിഹാര ഫോർമുലയോ? പുനലൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കം തുടരുകയാണ്. NDAയിൽ വർക്കല സീറ്റിനെ ചൊല്ലി പൊട്ടിത്തെറി നടക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP BDJS തർക്കം അങ്ങനെ മറനീക്കി പുറത്തു വരുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ പേയ്മെന്റ് സീറ്റ് വിവാദം പുകയുമ്പോൾ ചാലക്കുടിയിൽ രാഷ്ട്രീയ നൈതികത ചർച്ചയാകുന്നു. തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ TK ഗോവിന്ദനെ അംഗീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമോ? ഈ തിരഞ്ഞെടുപ്പ് വെറും വോട്ടെടുപ്പ് മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ ഉറപ്പിക്കുന്ന സമഗ്ര പരീക്ഷണമാണ്. സോ വെൽക്കം ടു ദ ഇലക്ഷൻ ചാനൽ. CPM BJP ഡീൽ ഉണ്ട് എന്ന ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇന്ന് KC വേണുഗോപാൽ. കേൾക്കാം ആ ഇടിവെട്ട് ബൈറ്റ്. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. അതാണ് KC വേണുഗോപാലിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പിൽ CPMഉം BJPയും ഡീലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ACC ജനറൽ സെക്രട്ടറിയുടെ ആരോപണത്തിന് ഒരുപക്ഷെ വൈകാതെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് മറുപടി വന്നേക്കും. പാലക്കാട് CPMഉം BJPയും തമ്മിൽ എന്ത് രഹസ്യധാരണയാണെന്ന് കൂടുതൽ വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. വേറെ 1-2 സീറ്റുകളിലും കൂടി ധാരണയുണ്ട് എന്ന് KC വേണുഗോപാൽ തറപ്പിച്ച് പറയുമ്പോൾ ആ സീറ്റുകൾ എന്തൊക്കെ തരത്തിലുള്ള ധാരണകളാണ് എന്നാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത്. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട BJP നേതാക്കൾ ഒക്കെ പത്രിക സമർപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷൻ V മുരളീധരൻ, R ശ്രീലേഖ അടക്കമുള്ള പ്രമുഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ നേതാക്കൾക്ക് പിന്തുണയുമായി എത്തി. കഴക്കൂട്ടം, കാട്ടാക്കട, വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥികളെയൊക്കെ അദ്ദേഹം ആശീർവദിച്ചു. പത്രികാ സമർപ്പണ ചടങ്ങിൽ അവർക്കൊപ്പം നിന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 15 സീറ്റിൽ കൂടുതൽ നേടുമെന്നാണ് ഈ ഘട്ടത്തിൽ R ശ്രീലേഖയുടെ പ്രതികരണം. കേൾക്കാം ആ പ്രതികരണം. എൻ്റെ ആത്മവിശ്വാസം, ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇക്കുറി എന്തായാലും 15 സീറ്റെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ. അതിൽ മുകളിൽ പോയാലേ ഉള്ളൂ. എന്തായാലും തിരുവനന്തപുരത്ത് മിനിമം 3, തിരുവനന്തപുരം സിറ്റിയിലെ കോർപ്പറേഷൻ അതിർത്തിയിലെ മിനിമം 3 അല്ലെങ്കിൽ മുഴുവനും 4 ഞങ്ങൾ തന്നെ പിടിച്ചെടുക്കും. നല്ല സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വളരെയധികം അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും മടുത്തു, ഇടതും വലതും മടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയ മന്ത്രം തന്നെ അതാണ്, മാറാത്തത് മാറും, കേരളം ഇനി വളരണം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് V മുരളീധരൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, ആ സാഹചര്യമാണ് ഈ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കും. വളരെ ആത്മവിശ്വാസത്തോടെ. നിലവിൽ എങ്ങനെയൊരു മണ്ഡലത്തിന്റെ ഒരു പ്രചരണ പരിപാടികളൊക്കെ? മണ്ഡലത്തിലെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഞാൻ ചെയ്യുന്നത്. ഇന്നലെ കുടിവെള്ളം കിട്ടാതെ ആളുകൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി. അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. കാരണം
ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് BJP തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിമറിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്ക് മുന്നിൽ ഉള്ളത്. BJP സംസ്ഥാനത്ത് 36 A ക്ലാസ് മണ്ഡലങ്ങളായി അവർ അതിനെ പരിഗണിച്ചിരുന്നു. അതിന് പ്രത്യേക പരിഗണനയൊക്കെ നൽകിയിരുന്നു. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ, വട്ടിയൂർക്കാവിൽ മുൻ DGP R ശ്രീലേഖ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, പൂഞ്ഞാറിൽ PC ജോർജ്, പാലയിൽ ഷോൺ ജോർജ്, അങ്ങനെ നിരവധി ആളുകൾ അവിടെ അണിനിരക്കുന്നു. ഇവർക്കൊക്കെ വലിയ വിജയപ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് പല നേതാക്കളും അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ ഉള്ള പ്രചരണം നടത്തും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 14.6% വിശ്വർ, നമുക്ക് ഇന്ന് അവർ പലരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം. അതോടൊപ്പം തന്നെ ഏകദേശം അവരുടെ വോട്ട് വിഹിതം ഞാൻ സൂചിപ്പിച്ചതുപോലെ 14.76%. മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ വോട്ട് വിഹിതം വന്നപ്പോൾ അത് 23.58% വോട്ട് നേടാൻ പാർട്ടിക്കായി. ഗ്രാമപഞ്ചായത്തുകളിൽ 13.92% വോട്ടുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി 12.26% വോട്ടുകൾ നേടി. അപ്പോൾ ഇന്ന് പലയിടങ്ങളിലും അവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ BJP പ്രവർത്തകർ ആവേശത്തോടു കൂടിയാണ് വരുന്നത്. അതിൻ്റെ പല ദൃശ്യങ്ങളും നമുക്കുണ്ട്. ആ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണിക്കാം. ഒപ്പം ഇത് ചരിത്രപരമായ ഒരു മുന്നേറ്റം BJP നടത്തിയ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് 2016 BJP വലിയൊരു നേട്ടം കേരളത്തിൽ കൊണ്ടുവന്നു. അന്ന് ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലും BJPക്ക് മാത്രം 16.68% വോട്ട് ലഭിച്ചു. തൃശ്ശൂരിൽ അത് 37.8% വോട്ട് നേടാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി അവിടെ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും വിജയിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മണ്ഡലത്തിൽ അത് 35.52% വോട്ടാണ് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആറ്റിങ്ങലിലാകട്ടെ അത് 31.64% വോട്ട് നേടാൻ അന്ന് അവിടെ മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന് കഴിയുകയും ചെയ്തു. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ വോട്ട് വിഹിതം നോക്കുമ്പോൾ അത് കുറെ കൂടി വ്യത്യസ്തമായിരുന്നു. അത് 13.3% 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് 15.64% വോട്ടുകളാണ് ലഭിച്ചത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 10.53% വോട്ട് നേടാൻ കഴിഞ്ഞു. നേമം മണ്ഡലത്തിൽ ആദ്യമായി ഒരു അക്കൗണ്ട് തുറക്കാനും BJPക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ ഈ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് തറപ്പിച്ച് പറയുന്നൊരു നില LDF സ്വീകരിച്ചു. പിന്നീട് 2021 നേമത്തിലെ അക്കൗണ്ട് പൂട്ടിക്കാനും കഴിഞ്ഞു. പക്ഷേ കേരള ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു നേട്ടം 2016 BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ നേമത്ത് O രാജഗോപാൽ ജയിക്കുന്നു. 2021 3 മണ്ഡലങ്ങളിൽ 2011 3 മണ്ഡലങ്ങളിലാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നത്. അവിടെ നിന്നാണ് 7 മണ്ഡലങ്ങളിലേക്ക് 2016 ആകുമ്പോൾ രണ്ടാം സ്ഥാനത്തെത്തുന്നു. 9 ഇടങ്ങളിൽ നിർണായക ശക്തിയായി BJP മാറുകയാണ്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ കുറച്ച് മണ്ഡലങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് പ്രധാനമായും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടയിൽ നമ്മൾ കണ്ടത് തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, മണലൂർ, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ, ഇരിഞ്ഞാലക്കുടയിൽ ഒക്കെ നമുക്ക് ആ നേട്ടം BJP നേതാക്കൾ നേടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം പത്തനംതിട്ട മേഖലയിൽ കോന്നി, ആറന്മുള മേഖലയിൽ BJPക്ക് അവിടെ വോട്ട് നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം മറ്റ്
പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് ശക്തമായൊരു സ്വാധീനമാകാൻ കഴിഞ്ഞു. മഞ്ചേശ്വരത്ത്, കാസർഗോഡ്, തൃശൂർ, അടൂർ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഇതൊക്കെ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് തന്നെ പറയാവുന്ന മണ്ഡലങ്ങൾ കൂടി ആണ്. അപ്പോൾ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ വരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു നീക്കം അവർ നടത്തുന്നു. ഇന്ന് അവരുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ അവർക്ക് വോട്ട് നൽകുന്നതിന് അല്ലെങ്കിൽ വോട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊക്കെ ഉള്ള ഒരു പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഗ്ലാമർ വർദ്ധിപ്പിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഇന്ന് നമുക്ക് പലയിടങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനൊപ്പം കാണാൻ കഴിയും. ഏതായാലും ഈ പുനലൂരിലെ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ മുറുകുകയാണ്. കോൺഗ്രസ് ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുമെന്ന് ആണ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് കോൺഗ്രസ് പോര് അത് അവസാനിക്കുന്നില്ല. വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പിന്മാറിയിട്ടില്ല. ലീഗിനോടുള്ള വിദ്വേഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അല്ല കോൺഗ്രസ് പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ലീഗ് നേതാക്കളുടെ ഒരു വികാരം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ, മണ്ഡലം, ബ്ലോക്ക് തല അടിസ്ഥാന നേതൃയോഗങ്ങൾ ഒക്കെ പുനലൂരിൽ ചേരുകയും ചെയ്തു. ഏതായാലും അങ്ങനെയാണ് പുനലൂരിലെ ഒരു സാഹചര്യം. പുനലൂരിൽ നിന്ന് നമുക്ക് ശ്രീ സുരേന്ദ്രൻ നായർ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് നൽകും. ശ്രീ സുരേന്ദ്രൻ നായർ ഒരു മുതിർന്ന പുനലൂരിലെ മാധ്യമപ്രവർത്തകനാണ്. ശ്രീ സുരേന്ദ്രൻ നായർ, അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം ഏത് തരത്തിലാണ് നീങ്ങുന്നത്? ഈ കോൺഗ്രസ് ലീഗ് തർക്കം ഏത് തരത്തിലേക്ക് എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഈ മണ്ഡലത്തിലെ അവരുടെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കും? ഹലോ സുരേന്ദ്രൻ നായർ, ഹലോ കേൾക്കാമോ? കേൾക്കാം. പുനലൂരിനെ സംബന്ധിച്ച് ശരിക്കും എന്ന് പറഞ്ഞാൽ LDF ഭരണമാണ്. കുറച്ച് വർഷങ്ങളായി LDF ആണ് MLA ആയിട്ടിരിക്കുന്ന LDF ആണ്. പുനലൂരിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പുനലൂരിൽ UDF ഒരു സാധ്യത നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ് പുനലൂര്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗും കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. പുനലൂരിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് കൊടുത്ത സീറ്റിൽ യൂനിസ് സൂജിന്റെ മകനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നെൽസൺ സെബാസ്റ്റ്യനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പുനലൂരിൽ UDFന് യാതൊരു സാധ്യതയില്ലാത്തൊരു നിലവിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് UDFന്റെ ഈ പോര്, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ പോര് ഇനി അവർ തമ്മിൽ യോജിച്ചാൽ പോലും അത് ഏച്ചുകെട്ടിയാ മടിച്ചിരിക്കുക എന്നതുപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിന്റെ അവസാനിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കുക കുറവാണ്. കാരണം ഈ മുറിവ് ഉണങ്ങണമെങ്കിൽ ഒരു താമസിക്കും. കാരണം പൊതുവെ ഇപ്പം അവർ പറഞ്ഞേക്കുന്ന കൊല്ലം ജില്ലയിലെല്ലാം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തും. അങ്ങനെ വരുമ്പോൾ വിദ്വേഷം സംഭവിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇനി അവർ തമ്മിൽ ധാരണയിൽ വന്ന് അവര് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാലും തന്നെയും ഈ മുറിവുറപ്പ് നിലനിൽക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം. പക്ഷെ വ്യക്തമാണ്. അതാണ് അവിടുത്തെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ സുരേന്ദ്രൻ നായർ എന്നോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ജലീൽ പുനലൂർ കൂടി എന്നോടൊപ്പം ചേർന്നു. നാഷണൽ ലീഗിന്റെ നേതാവാണ് ശ്രീ ജലീൽ പുനലൂർ. ഇടതുപക്ഷത്തിന് വലിയ ഒരു സാധ്യത ഇപ്പോൾ ഈ സാഹചര്യം നൽകുന്നു എന്നാണ് അവിടുത്തെ സുരേന്ദ്രൻ നായർ പറയുന്നത്. അത് ശ്രീ ജലീൽ പുനലൂരിനെ പോലുള്ളവർക്കൊരു സന്തോഷം പകരുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ തിളക്കമാർന്ന ഒരു വിജയം പുനലൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എങ്കിൽ പോലും ഞങ്ങൾക്കൊരു നല്ല മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നിലവിൽ ഇവിടെ ഏകപക്ഷീയമായ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പഴയ മുസ്ലിം ലീഗുകാരനാണ്. പിന്നീടാണ് നാഷണൽ ലീഗ് ആയത്. തീർച്ചയായിട്ടും കോൺഗ്രസും ലീഗും പുനലൂരിനെ സംബന്ധിച്ച് വിതച്ചത് കൊയ്യുകയാണ്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ 1987 ശേഷം ഘടകകക്ഷികളെ നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിക്കുകയോ അതല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയോ ചെയ്യുന്നതിൽ അതീവ വിരുദ്ധന്മാരായിരുന്നു പുനലൂരിലെ കോൺഗ്രസ് നേതാക്കൾ. 91 MLA ആയ പുനലൂർ മധു 96 പരാജയപ്പെട്ടത് ഘടകകക്ഷികളോ മറ്റുള്ളവരോ പരാജയപ്പെടുത്തിയതല്ല, കോൺഗ്രസിലെ ഒരു വലിയ നേതാവിന്റെ കീഴിൽ ഒരു വിഭാഗം കിണഞ്ഞു പരിശ്രമിച്ചതുകൊണ്ടാണ് പരാജയപ്പെട്ടത്. അതേ വർഷം തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർവതീപുരം ശശി 25,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതും കോൺഗ്രസിലെ മറുവിഭാഗത്തിന്റെ പകയാണ്. എന്ന് മാത്രമല്ല 2001 കേരളത്തിൽ ആകമാനം
ഈ UDF തരംഗം ആഞ്ഞടിച്ചിട്ട് പോലും പുനലൂരിൽ 1500 വോട്ടിനാണ് ഹിദർ മുഹമ്മദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് പരാജയപ്പെട്ടത്. അത് മറ്റാരും പരാജയപ്പെടുത്തിയതല്ല, വിവിധ ഗ്രൂപ്പുകൾ സംയുക്തമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതാണ്. 2006 MV രാഘവനെ പരാജയപ്പെടുത്തിയതും 2011 ജോൺസൺ എബ്രഹാമിനെ പരാജയപ്പെടുത്തിയതും ഒക്കെ കോൺഗ്രസുകാർ തമ്മിലാണ്. നിർഭാഗ്യവശാൽ 2016 യൂനുസ് കുഞ്ഞ് സ്ഥാനാർത്ഥിയാവുകയും 2021 രണ്ടത്താണി അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ ഇതിന്റെ ആഴം വർദ്ധിക്കുകയാണ് ചെയ്തത്. പുനലൂരിൽ നിലവിൽ 50 ആളുകൾ ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗുകാരായിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ പുനലൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാനായിട്ട് വന്നത് മുസ്ലിം ലീഗുകാരനാണ്. ഏരൂരും കരവാളൂരും അടക്കം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. പക്ഷേ കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെ മുസ്ലിം ലീഗ് ഇവിടെ തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, എന്നും മാടമ്പികളുടെയും പ്രഭുക്കന്മാരുടെയും സങ്കേതമായി കൊല്ലത്തെ മുസ്ലിം ലീഗ് മാറി. 2016 യൂനുസ് കുഞ്ഞ് വന്ന് 33,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് വരുന്നത് സ്വന്തം മകനാണ്. അതിൽ തന്നെ എത്രയോ കഴിവുള്ള പ്രഗത്ഭന്മാരായ ചിന്താശേഷിയുള്ള കർമ്മരംഗങ്ങളിൽ വലിയ സുത്യർഹമായ സേവനം ചെയ്ത എത്രയോ നിസ്വാർത്ഥരായ ലീഗ് പ്രവർത്തകരുണ്ട്, ലീഗ് നേതാക്കളുണ്ട്. അവരെ ആരെയും അടുപ്പിക്കാതെ എന്നും ഒരു പ്രൂഫ് സംസ്കാരം മുസ്ലിം ലീഗിൽ നിഴലിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാടമ്പിയെ കൊല്ലത്തു നിന്നും 50 കിലോമീറ്റർ കിഴക്കുള്ള പുനലൂർക്ക് കെട്ടിയിട്ടാൽ അതീവ ദയനീയമായിരിക്കും ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇത് ചിലപ്പോൾ മുന്നണി തലത്തിൽ ഒരു ചായക്കുപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കുമെന്ന് അവർ പറയുമെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി പുനലൂർ മാറിയിരിക്കുകയാണ്. യെസ്, നോക്കാം. അപ്പോൾ ഏതായാലും അത് തികഞ്ഞ ആത്മവിശ്വാസം അവിടെ കാണുന്നു. നോക്കാം അതിൻ്റെ പുനലൂരിലെ കണക്കുകൾ എന്ത് എന്ന് നമുക്ക് കുറെ കൂടെ വിശദമായി. പുനലൂരിൽ അതിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ 2021 നമ്മൾ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കുമ്പോൾ PS സുഭാൽ നേടുന്നത് 80,000-ലധികം വോട്ടുകളാണ്. 80,428 വോട്ടുകളാണ് PS സുഭാലിന് നേടുന്നത്. അതേസമയം രണ്ടത്താണി അവിടെ നേടുന്നത് 43,371 വോട്ടുകളാണ്. ഏതാണ്ട് പുനലൂരിൽ നോക്കുമ്പോൾ അവിടെ LDFിൻ്റെ വിജയം 37,000 വോട്ടുകൾ വാങ്ങിയാണ് LDF വിജയിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. അതിന് മുൻപുള്ള 2 വർഷങ്ങൾ 2011-ലും 2016-ലും നമുക്ക് നോക്കിയാൽ അവിടെ കെ രാജു മത്സരിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയും. 72,648 വോട്ടാണ് കെ രാജുവിന് 2011-ൽ ലഭിക്കുന്നത്. അതേസമയം 2016-ലേക്ക് എത്തുമ്പോൾ കെ രാജുവിൻ്റെ വോട്ട് 82,136 എന്ന നിലയിലേക്ക് പോകുന്നു. ഏതായാലും ഇത്തവണ അവിടെ CPI സ്ഥാനാർത്ഥി അജയ് പ്രസാദ് മത്സരിക്കുന്നു. നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുമായി പോലെ യൂനസ് കുഞ്ഞിൻ്റെ മകൻ നൌഷാദ് യൂനസ് അവിടെ മത്സരിക്കുന്നു. 2020 ആണ് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായി അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ NDA അവിടെ പല ഘട്ടങ്ങളിലും BJP ഇത് ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 2016-ലും BJP ഇത് അവിടെ ഘടകകക്ഷികൾ കൊടുത്തു. KC കേരള കോൺഗ്രസ് തോമസ് വിഭാഗത്തിലാണ് അന്ന് അവിടെ സീറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ LDFന് ക്രമാതീതമായി വോട്ട് ശക്തിപ്പെടുത്താൻ കഴിയുന്നൊരു മണ്ഡലം എന്ന തരത്തിൽ തന്നെയാണ് പുനലൂർ നിൽക്കുന്നത്. 2011-ൽ അത് 72,648 വോട്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 82,136 വോട്ടിലേക്ക് ഉയരുന്നു. പിന്നീട് അത് 80,428 വോട്ടിലേക്ക് LDFന് ഉയരാൻ കഴിയുന്നു. പക്ഷേ UDFിൻ്റെ പ്രകടനം 54,000-ൽ നിന്ന് 2011-ൽ നിന്ന് ഘട്ടം ഘട്ടമായി താഴേക്ക് വരുന്നു. 54,643 എന്ന് അവിടെ നിന്ന് 48,554-ലേക്കും പിന്നീട് 43,371-ലേക്കും താണു വരികയാണ്. ഇതാണ് പുനലൂർ നൽകുന്ന ഒരു കണക്ക്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വർക്കല സീറ്റിലേക്കാണ്. വർക്കലയിലും വലിയ പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത്. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിലാണ് കലഹം. സീറ്റ് BDJSന് നൽകിയതിൽ BJPയിൽ എതിർപ്പുണ്ട്. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ BDJSനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ചില പ്രചരണങ്ങളുണ്ട്. പ്രാദേശിക നേതാക്കളുടെ ചില ശബ്ദരേഖകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖയും നമുക്ക് കേൾക്കാം. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക.
ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. യെസ്, നോക്കാം നമുക്ക് വർക്കലയിലെ കണക്കുകൾ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. വി ജോയ് മത്സരിക്കുന്നു, വർക്കല കഹാർ മത്സരിക്കുന്നു. BDJSനാണ് NDAയുടെ സീറ്റ് ഇത്തവണ നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ വർക്കലയിൽ ഉള്ള ഒരു നോക്കുമ്പോൾ വർക്കല കഹാർ 2001 തൊട്ട് അവിടെ വർക്കല കഹാർ വലിയ നേട്ടം കൊയ്യുന്നു. 2001 തൊട്ട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യം നമുക്ക് കാണാനും കഴിയും. വർക്കല കഹാറിൻ്റെ വോട്ട് 57,000, 50,000 അങ്ങനെ ആണ് 2 ഘട്ടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. 57,000 2011 വരുന്നു, 2017 അത് 50,000 മാറുന്നു. പക്ഷേ ഇതിൽ ഒരു വ്യത്യാസം വരുന്നത് വി ജോയ് അവിടെ 2016 ജയിക്കുന്നു, 53,102 വോട്ടുകൾ നേടുന്നു. അതോടൊപ്പം 2021 അത് 68,000 വോട്ടുകളായി വി ജോയ് ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ LDFൻ്റെ വോട്ട് വർക്കലയിൽ നല്ല ശക്തമായി തന്നെ ഉയരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. 2011 അത് 47,045 2016 ആകുമ്പോൾ അത് 53,102 ആകുന്നു. 2021 ആകുമ്പോഴേക്കും അത് 68,816 ആകുന്നു. പക്ഷേ BJPയുടെ വോട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു ഘട്ടം 3,430 വോട്ടാണ് BJPക്ക് 2011 ഉണ്ടായത്. പക്ഷേ അത് 2021 ആകുമ്പോഴേക്കും 11,214 വോട്ടാകുന്നു. BJPക്ക് അവിടെ ഇനി എന്ത് നിർണായകമായി മുന്നേറാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വർക്കലയിൽ ഒരു ത്രികോണ മത്സരമുണ്ടോ എന്ന സംശയം. ഏതായാലും UDFും LDFും നേർക്കുനേർ വരുന്ന ഒരു ചിത്രം. അത് ഈ നിലവിലെ കണക്കുകളിൽ ഇപ്പോൾ LDFന് ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ ഈ UDFന് വലിയ പോരാട്ടം കാഴ്ചവെക്കണമെങ്കിൽ അവർക്കിടയിലെ ഈ പടലപ്പിണക്കങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ചില സുപ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് നേതാക്കൾ നൽകിയ ചില സുപ്രധാന വാക്കുകൾ നമുക്ക് ഇന്ന് കേൾക്കാം. അതേ വിഷയത്തിൽ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ വന്നതിന് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്താൽ തനിക്ക് അനുകൂലമായ നിലപാടുണ്ടാകും എന്നാണ് ഏറ്റുമാനൂരിലെ ഇടത് സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ വന്നതിന് ശേഷമാണുള്ള ഈ കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്. ഇത് തെളിയിക്കാൻ കഴിഞ്ഞതും ഇതിനു മുമ്പ് ജനങ്ങളിൽ നിന്ന് അതിൻ്റെ റിയാക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. അവർ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. കാരണം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, നമ്മൾ നല്ല അന്വേഷണം നടത്തി, കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിട്ടു, പൊന്ന് അയ്യപ്പന് കൊടുത്തു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ മാത്രമാണ് അത് പിടിക്കാൻ കഴിഞ്ഞത്. പിന്നെ 2 വർഷത്തെ ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി തീർത്ഥാടന ദർശനം നടന്ന ഈ കാലഘട്ടത്താണ്. അങ്ങനെ വാസവന്റെ പ്രതികരണം. ഇനി നമുക്ക് ജൻസി പ്രതിനിധിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. ജൻസി പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥി കോട്ടയം ഏറ്റുമാനൂരിൽ ജനവിധി തേടുന്നുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആതിര D നായർ ആണ് 25 വയസ്സിൽ അംഗം കുറിക്കുന്നത്. അധ്യാപനം, ക്ലാസിക്കൽ ഡാൻസ്, സംഗീതം തുടങ്ങിയ മേഖലകളിലൊക്കെ ആതിര തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. സംരംഭകയാണ്. അപ്പോൾ 2020 സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. ഞാൻ നിൽക്കുന്നതിന് എൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് ഇപ്പം നിലവിൽ മന്ത്രിയായിരിക്കുന്ന സർ വാസവൻ സാറാണ്. അതുപോലെ നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് സാറാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. അതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഭയങ്കര ഒരു പ്രിവിലേജാണ്, ഭാഗ്യമാണ്. പേടി എന്നതിലുപരി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ടുവന്ന ഒരു രീതി, ആരെയും നമ്മൾ ഒപ്പോസ് ചെയ്യില്ലെങ്കിൽ അവരുടെ അതിനെ എതിർക്കൊന്നുമല്ല, പക്ഷെ കുറെ കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു വളരെ വൃത്തിക്ക്. അതിലൊരു ഇംഗ്ലീഷിലൊരു വേർഡിങ്സ് ഉണ്ട് ആക്ച്വലി, അതായത് മോഡേൺ പ്രോബ്ലംസ് റിക്വയർസ് മോഡേൺ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ അത് നമ്മൾ മോഡേൺ പ്രോബ്ലം റിക്വയർസ് മോഡേൺ സൊല്യൂഷൻസ്. അപ്പോൾ പുതിയ ആളുകൾ, പുതിയ തരം പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ പുതിയ തരം പ്രവർത്തനങ്ങൾ വേണം എന്നാണ് 2020 സ്ഥാനാർത്ഥി പറയുന്നത്. ഏതായാലും അവിടെ ബാലുശ്ശേരിയിൽ ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് സന്ദർശിച്ചപ്പോൾ അവിടെ ജീവിത പങ്കാളിയായ ആര്യ രാജേന്ദ്രനെ കുറിച്ചുള്ള ചർച്ച അവിടെ നടക്കുന്നു. ബാലുശ്ശേരിയിൽ പ്രചരണത്തിന് എത്തുമോ എന്ന ചോദ്യം ആണ് സച്ചിൻ ദേവിന് ഏറ്റവും പ്രധാനമായി നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ആര്യ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും CPIMന്റെ ഒരു അംഗം ഒരു പാർട്ടി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പാർട്ടിയാണ് ഓരോ ചുമതല കൊടുക്കുന്നതും ഓരോ സ്ഥലത്തും നിയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ഘടകം അവർക്ക് ചുമതല കൊടുത്തിട്ടുണ്ടാവണം, നിയോഗിച്ചിട്ടുണ്ടാവണം.
അതുപ്രകാരം എവിടെയാണോ നിയോഗിക്കുന്നത് അവിടെയാണ് പ്രവർത്തിക്കുക. സാധാരണഗതിയിൽ ഇപ്പം നിയോഗിക്കപ്പെടുക തിരുവനന്തപുരത്തായിരിക്കും, ചുമതലയും അവിടെയായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവിടെ കാര്യങ്ങൾ നിറവേറ്റി പോകുന്ന രീതിയാണ് ഉണ്ടാവുക. പങ്കാളിയുടെ മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്താൻ സാധ്യത കുറവാണെന്നാണ്. സാധാരണഗതിയിലൊരു പങ്കാളിയല്ല, അവർ പാർട്ടിയുടെ ഒരു കമ്മിറ്റി അംഗമാണ്, പാർട്ടി അംഗമാണ്. അതാണ് അവർക്ക് ഇനി അവിടെ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും മത്സരിക്കുക, ബാലുശ്ശേരിയിലെത്തില്ല. ഈ ചോദ്യം ഏതായാലും ആളുകൾ ഫേസ്ബുക്കിലേക്ക് ഉയർത്തിയതിന് ഇതാണ് അവിടെ നിന്നുള്ള മറുപടി. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറുന്നത് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് തിരൂരിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ കുറുക്കോളി മൊയ്തീനും പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ദ്രോഹ നടപടികൾ, ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരിച്ചറിയുന്ന ആളുകളാണ് ഈ മലപ്പുറം ജില്ലയിലും തിരൂരിലുമൊക്കെയുള്ള ജനങ്ങൾ. സ്വാഭാവികമായിട്ടും അതിന് ഭാഗത്തിലുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് ഈ UDFനെ ഭിന്നിപ്പിക്കാമെന്ന് ഒരു വ്യാമോഹവും വേണ്ടതില്ല. അതാണ് ഇടുക്കിയിൽ മറ്റൊരു ചെറിയ ചർച്ചയാണ് നടന്നിരുന്നത്. അവിടെ നമ്മുടെ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന MM മണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉടുമ്പൻചോലയിൽ മണിയുടെ പേരാണ് പക്ഷേ ആദ്യം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് എന്നാണ് പുറത്തു വന്ന വിവരം. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ പട്ടിക തിരുത്തിയെന്നും പിന്നീട് പുതിയൊരാൾക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയെന്നുമാണ് വാർത്താമാധ്യമങ്ങളിൽ വന്നത്. മണിക്ക് പകരം KK ജയചന്ദ്രൻ ഉടുമ്പൻചോലയിൽ LDF സ്ഥാനാർത്ഥിയായി. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. MM മണിക്ക് മണ്ഡലത്തിൽ 3ാം തവണയും സീറ്റ് നൽകണമെന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യ തീരുമാനം അങ്ങനെ നടപ്പിലായില്ല. മണിക്ക് ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയൊക്കെ വോട്ടാക്കി മാറ്റാമെന്ന ആ പ്രതീക്ഷയൊക്കെ മാറിയിരിക്കുകയാണ്. ഏതായാലും ഉടുമ്പൻചോലയിൽ CPM ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കും എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. ചിലരൊക്കെ അവിടെ ചില പൊട്ടിത്തെറികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർക്കൊക്കെ നിരാശപ്പെടേണ്ടി വന്നു. നോക്കാം ഉടുമ്പൻചോലയിൽ തനിക്ക് പകരക്കാരനായി എത്തിയ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രനെ കുറിച്ച് എന്താണ് മണിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി ജയചന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിന് ജയചന്ദ്രൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സേനാപതി വേണു കഴിഞ്ഞ തവണ ഞങ്ങളോട് ദയനീയമായി തോറ്റത് 31,000 വോട്ടിനാണ് തോറ്റത്. ഇത്തവണ അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിന് തൂക്കുമെന്നാണ് എൻ്റെ നിഗമനം. അതുകൊണ്ട് 2014 ത്രികോണ മത്സരം പോലും സാഹചര്യം ഉണ്ടായിരുന്നു. BDJS എന്നൊന്നും പറയുന്ന ചിത്രത്തിലില്ലാത്ത സാധനത്തിന്റെ കാര്യം നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ആ സാധനം ഇല്ലല്ലോ, പിന്നെന്താ? യെസ്, അങ്ങനെ KK ജയചന്ദ്രനോട് തനിക്ക് യാതൊരു പിണക്കവുമില്ലെന്ന് MM മണി പറയുന്നു. പ്രചരണ പരിപാടികളിൽ സജീവമായി തന്നെ പങ്കെടുക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകും എന്ന് പറയുന്നു. BDJS ഒക്കെ തെരഞ്ഞെടുപ്പിൽ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പരിഹാസമാണ് MM മണി എന്ന് നടത്തുന്നത്. ഏതായാലും എല്ലാവർക്കും തികഞ്ഞ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. വോട്ടെണ്ണി അവസാനിക്കുമ്പോൾ ആ പ്രതീക്ഷകളിൽ ഏതൊക്കെ മുഖങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചവരിൽ പുഞ്ചിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. നാളെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.